മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസിൽ അടുത്തതായി എഡു ഡ്രൈവ്. മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസ് എഡു ഡ്രൈവ് സെഗ്മെന്റിൽ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ്. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ ശ്രീ ഗോപിനാഥ് മുതുകാടും കൂടെ തന്നെ കിഷ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടർ ആൻഡ് ചീഫ് സിഇഒയുമായ മിസ്റ്റർ നിയാസ് കാവുങ്ങലുമാണ്. വെൽക്കം ടു മൊമെന്റം മീഡിയ. താങ്ക് യു സോ മച്ച്. എൻ്റെ ഒരു ചെറുപ്പം മുതൽ തന്നെ ഞാൻ സാറിനെ കാണുന്നത് ആസ് എ മജീഷ്യനാണ്. അപ്പം ആ ഒരു മാജിക്കൽ വേൾഡിൽ നിന്ന് ഈ ഒരു സ്പെഷ്യലി നീഡഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു ജേണിയെ പറ്റിയിട്ട് എന്താണ് സാർ പറയാനുള്ളത്? ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ഇത് ആവർത്തിക്കുന്നതിൽ പ്രസക്തി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഇറ്റ്സ് 2016 ഞാനതുവരെ കംപ്ലീറ്റ് ഫുൾ ടൈം മജീഷ്യനായിരുന്നു. ആ ഒരു സമയത്ത് കാസർഗോഡ് അറിയാമല്ലോ, എൻഡോസൾഫാൻ്റെ ഒരു ദുരിത മേഖലയാണ്. അവിടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, അവരുടെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട്, അത് ആ മേഖലയിൽ അവർക്ക് വേണ്ടി ചെയ്യാനുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ ഷോ ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. ആ പോയ സമയത്തുണ്ടായ ഒരു ഇൻസിഡൻറ്റ്, അന്നുവരെ കേൾക്കാത്ത, അന്നുവരെ കാണാത്ത ചില അറിവുകൾ അല്ലെങ്കിൽ ചില കാഴ്ചകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു മേഖലയ്ക്ക് വരുന്നത്. ഒരു ചിന്ത ഉള്ളിലുണ്ടാവുന്നത്, ആദ്യത്തെ വിത്ത് അവിടെ നിന്നാണ് വീഴുന്നത്. അതിനുശേഷം പിന്നെ 2017 നമ്മൾ ഈ എംപവർ എന്ന് പറയുന്നത് എംപവർ സെൻറ്റർ മാജിക് പ്ലാനറ്റിൽ തുടങ്ങി എംപ്ലോയീസായിട്ട് കുട്ടികളെ മാറ്റുന്നത്. പിന്നെ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അവിടെ 200 കുട്ടികളുണ്ട്. ഇപ്പോൾ ഏപ്രിൽ 10 100 കുട്ടികളെ കൂടി എടുക്കാൻ പോവുകയാണ്. അങ്ങനെ തുടങ്ങി ഇപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് കാസർഗോഡ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു വലിയ സെൻറ്റർ, ഒരു ഗ്ലോബൽ മോഡൽ തുടങ്ങാനുള്ള ശ്രമത്തിലാണ്. സാറിനും ഇങ്ങനെ ഒരു ജേണിയെ പറ്റിയിട്ട് പറയാനുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എൻ്റെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ഞാൻ 1997 ഈ ഫീൽഡിലേക്ക് വരുന്നത്. റഹ്മാനിയ സ്കൂൾ ഫോർ ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടുത്തെ ഒരു ഇയറിംഗ് ടെക്നീഷ്യനായിട്ടാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുമുതൽ ഇന്നിപ്പോൾ 2025 ഏകദേശം 27 വർഷമായിട്ട് ഈ സ്പെഷ്യൽ നീഡ്സ് ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഖത്തറിൽ നമുക്ക് 4ഓളം സ്ഥാപനങ്ങളുണ്ട്. 2 ഇൻസ്റ്റിറ്റ്യൂഷൻ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ കീഴിലാണ്, ഒന്ന് നമ്മൾ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ. അപ്പം നമ്മുടെ അൾട്ടിമേറ്റ് എയിം ഉദ്ദേശിക്കുന്നത് ഇത്തരം കുട്ടികൾ എത്രയും പെട്ടെന്ന് ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളൊരു എയിമുള്ളത്. IIPD എന്ന് പറഞ്ഞിട്ട് വലിയൊരു സ്വപ്ന പ്രൊജക്റ്റിനെ പറ്റിയിട്ട് സാർ സംസാരിക്കുന്നത് കേട്ടു. അതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് അതൊരു ഗ്ലോബൽ മോഡലാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ സ്പോർട്സ്, ആർട്സ്, റീഹാബിലിറ്റേഷൻ, ഏർലി ഇൻ്റർവെൻഷൻ, അതുപോലെ തന്നെ സ്പെഷ്യൽ നീഡായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു അംബ്രല്ലയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്ന ഒരു ഹ്യൂജ് പ്രോജക്റ്റാണ്, ഒരു വേൾഡ് മോഡലാണ്. അതിപ്പോൾ 30 acres ഓഫ് ലാൻഡ് ഉണ്ട്. അവിടെ ലാൻഡ് പർച്ചേസ് ചെയ്തു ഈ ചാരിറ്റബിൾ സൊസൈറ്റി. ദാറ്റ് മീൻസ് ദി ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ എന്ന് പറയുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അണ്ടറിലാണ് വരുന്നത്. കാസർഗോഡാണ്, മടിക്കൈ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 23 നമ്മുടെ മുഖ്യമന്ത്രിയും ചിത്ര ചേച്ചിയും വന്ന് തറക്കല്ലിട്ടു, വർക്ക് സ്റ്റാർട്ട് ചെയ്തു. 3 വർഷം കൊണ്ട്, അതായത് ഒരു ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്, അങ്ങനെ 3 ഫേസായിട്ട് വർക്ക് തീർക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ചാടി പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിവിടെ വന്നപ്പോഴും ഈ കൃഷിയിൽ വന്ന സമയത്തും ഒരുപാട് പുതിയ നോവലായിട്ടുള്ള ഐഡിയാസ് എനിക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു അന്തരീക്ഷം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെ ഫ്ലവറിയാണ്. കണ്ടോ, ഇതൊക്കെ കണ്ടോ, ബാക്കിലൊക്കെ ടീച്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള അതിമനോഹരമായ പൂക്കൾ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ ഇവിടുന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് മിസ്റ്റർ നിയാസിൻ്റെ കീഴിൽ ഒരുപാട് നല്ല ആക്ടിവിറ്റി ഇവിടെ നടക്കുന്നുണ്ട്. സോ ഇവിടുന്ന് നമ്മളൊരു ലേണിംഗ് ആണ് ഉദ്ദേശിക്കുക. അപ്പോൾ ഇങ്ങനെ ലോകത്തുള്ള പല സ്ഥാപനങ്ങളിലും ഇന്ത്യയിലുള്ള എല്ലാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും CRCകളും ഒക്കെ യാത്ര ചെയ്ത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതതിൻ്റെ അൾട്ടിമേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ്. എനിവേ IIPD ഒരു 3 വർഷത്തിനുള്ളിൽ സാർത്ഥകമാവും എന്നാണ് വിശ്വസിക്കുന്നത്. ലോകത്തുള്ള ഒരു നമുക്ക് എടുത്ത് കാണിക്കാവുന്ന ഒരു സെൻറ്ററായിട്ട് അത് മാറും. അതിനെ ഉദ്ദേശിക്കുന്നത് നമ്മൾ കേരളത്തിലെ കുട്ടികൾ മാത്രമല്ല, വിദേശത്തു നിന്നുള്ള കുട്ടികൾക്ക് അവിടെ വന്ന് താമസിക്കാനും അവർക്ക് ട്രെയിനിങ് കൊടുക്കാനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യെസ്, അങ്ങനെയുണ്ട്. IIPDക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാം പൂവണിയട്ടെ. സന്തോഷം. പൂക്കളുടെ മുമ്പിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത്, അല്ലേ? മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസിന്റെ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. Momentum Media proudly presents Qatar Canvas. Worldwide door-to-door services, air cargo and sea cargo, airport to airport, port to port. 44878 www.goodwillcargoqatar.com. Grand Hypermarket Qatar. Grand shopping. Great values.
in association with Isuzu Qatar and Christian SVP.